ഹലോ ഹലോ. എടോ മോട്ടു, എല്ലാവരോടും താനാ ഗുഡ് ന്യൂസ് എന്ന് പറയേ. ഗുഡ് ന്യൂസിനേക്കാൾ വലിയ സൂപ്പർ ന്യൂസ് അല്ലേ പറയാൻ പോന്നേ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെ ടിവിയിൽ മാത്രമല്ല ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റുമെന്നേ. ഇതിലുണ്ട് അൺലിമിറ്റഡ് ടൂൾസിന്റെ ഉത്സവം, പ്രീമിയം എന്റർടൈൻമെന്റ്, കൂടാതെ ലൈവ് സ്പോർട്സ്. ജിയോ ഹോട്ട്സ്റ്റാർ, ദ വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. ഫുർഫുരി നഗരത്തിലെ എന്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും ഇന്ന് ഇങ്ങനെ ഇവിടെ ക്ഷണിക്കാൻ കാരണം, അതായത് ഞാൻ കുറച്ച് ദിവസത്തിനകം 1 മാസത്തെ അവധിക്കായിട്ട് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് നിങ്ങളിൽ നിന്ന് ഒരു വ്യക്തിയെ മേയർ സ്ഥാനത്തേക്ക് നിയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ നാടിന്റെ വികസനത്തിനായിട്ട് ജനങ്ങളെ സേവിക്കുന്ന ഒരാളെ ഞാൻ എന്നും വീക്ഷിക്കുന്നതായിരിക്കും. യഥാർത്ഥത്തിൽ അയാളുടെ ജോലി കൊണ്ട് ജനങ്ങൾക്ക് നന്മ ഉണ്ടാവുന്നു എന്ന്. സോ ഓൾ ദി ബെസ്റ്റ്. എന്റെ വീക്ഷണം നിങ്ങൾ എല്ലാവരിലുമുണ്ട്. പത്തുലു വരൂ, നമുക്കും എന്തെങ്കിലും ജോലി ചെയ്യാം, ഇവിടെയുള്ള ജനങ്ങൾക്ക് ഉപകരിക്കുന്നത് പോലെ. പക്ഷേ വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? അതുകൊണ്ട് നീ തന്നെ ആലോചിക്കേ. ഐഡിയ. രാവിലെ തന്നെ എല്ലാവരും ഓഫീസിൽ പോകാനുള്ള തിരക്കിലായിരിക്കും. അവർക്ക് ചായയും പലഹാരം ഒന്നും ഉണ്ടാക്കാനുള്ള സമയം കാണില്ല. നമ്മൾ എന്നും ചായക്കടയിൽ ഫ്രീ ആയിട്ട് സമൂസ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും സന്തോഷമുണ്ടാകും. ഞാൻ ഈ ഫുർഫുറി നഗറിലെ എല്ലാവർക്കും ബോക്സിംഗ് പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ അവർക്ക് സ്വയം സുരക്ഷ ഉണ്ടാക്കാം. മുഴുവൻ ഫുർഫുറി നഗരത്തിനെയും ഞാൻ സുരക്ഷിതമാക്കും. എന്റെ ഈ പ്രവൃത്തിയിൽ സന്തുഷ്ടനായി എന്നെ മേയറാക്കും. സാമൂഹിക സേവനം ചെയ്ത് എല്ലാവരും വലിയ നേതാക്കന്മാരാകാറുണ്ട് ചങ്കേ. എന്റെ രോഗികളാണ് സത്യം. നമുക്ക് ഈ പരിപാടിയൊക്കെ തുടങ്ങിയാലോ ചങ്കേ? പൊളിച്ചെടുത്തല്ലോ. എനിക്ക് സമൂഹ സേവനത്തിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. എന്റെ സമൂഹ സേവനം കണ്ടിട്ട് ഇപ്പോഴത്തെ മേയർ പറയും നിങ്ങളാണ് അടുത്ത മേയർ ആവാനുള്ള യോഗ്യത ഉള്ള ആളെന്ന്. മേയർ ജോൺ ആയിരിക്കും. ഈ ജോൺ തന്നെ ആയിരിക്കും മേയർ. എന്ത്, മേയർ സാറിന് ഡോൺ ആകണമെന്നോ? കൊള്ളാലോ. അല്ലടാ ബരബണ്ട, ഈ ഡോൺ മേയർ ആകാനാണ് ആഗ്രഹിക്കുന്നത്. മറ്റാരെയും മേയർ ആകാൻ ഞാൻ അനുവദിക്കുകയില്ല. മോട്ടു, ഇനി എത്ര സമൂസ തരണം? പത്തുലു വയറ് നിറയുന്നത് വരെ മതി. കാശ് തരാതെ നിങ്ങൾക്കൊന്നും തരുന്ന പ്രശ്നമില്ല. അയ്യോ, കള്ളൻ കള്ളൻ അടിക്ക്. മതി, നിന്റെ നാടകമൊക്കെ നിർത്തിയിട്ട് ആൾക്കാർക്ക് സമൂസ കൊടുക്കാൻ നോക്ക്. മോട്ടു പത്രം എന്തായാലും ഈ സ്ഥലത്തുനിന്ന് സ്ഥലം വിട്ടു. ഇനി ആ ബോക്സറിന്റെ ഊഴമാണ്. വെരി ഗുഡ്. നിങ്ങൾ ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അകത്തു നിന്നും പഞ്ചിങ് ബാഗ്സ് കൊണ്ടുവരാം. സഹോദരന്മാരെ, മോട്ടു ഇന്നാണ് എന്നോട് കാര്യം പറഞ്ഞത്. ആരോട് മേയറെ ബോക്സിംഗിൽ തോൽപ്പിക്കുന്നത് അവർക്കായിരിക്കും അടുത്ത മേയർ ആകാനുള്ള ചാൻസ്. കൊള്ളാം, എന്ത് നല്ല കവിതയാ. ഇടമണ്ട, കവിതയുടെ കാര്യമൊക്കെ വിട്. മേയർ ആകണമെന്നുണ്ടെങ്കിൽ ആ ബോക്സറെ എടുത്തിട്ട് ഇടിക്ക്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്.
ആ ബോക്സറെ ഇടിച്ചു പിടിച്ചൊരു പരുവത്തിലാക്ക്. പഞ്ചിങ് ബാഗിനെ തല്ലേണ്ടത് എന്നെയല്ല. ഇനി ബാക്കിയുള്ളത് ആ ചട്കയും കസീട്ടർ റാബുമാണ്. സഹോദരന്മാരെ, ഞങ്ങൾ സാമൂഹിക സേവനമായിട്ട് ഇറങ്ങിയതാ. പറയൂ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഭയങ്കര ചപ്പും ചവറും ഒക്കെയാ. ഇതൊന്ന് വൃത്തിയാക്കിയാ കൊള്ളാം. അതിനിപ്പോ എന്താ സുഹൃത്ത്, ഇപ്പൊ തന്നെ വൃത്തിയാക്കാമല്ലോ. പൊളിച്ചെടുത്തല്ലോ. ചവറ് വൃത്തിയാക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. ദാ ഇപ്പൊ ശരിയാക്കി തരാം. കഴിഞ്ഞു കഴിഞ്ഞു സുഹൃത്തുക്കളെ. അല്ല ചേട്ടാ, എവിടെ പോവാണ്? ഈ വഴി കണ്ടില്ല, വളരെ മോശമായിട്ട് കിടക്കുക. ഇതും ഒന്ന് ക്ലീൻ ചെയ്ത് കൂടെ? അതിനിപ്പോ എന്താ സുഹൃത്തെ, ഇപ്പൊ തന്നെ വൃത്തിയാക്കാമെന്നേ. ഇതൊക്കെ എന്റെ കടമയല്ലേ. ഇപ്പൊ ചെയ്യാ, ഇപ്പൊ തന്നെ. കസിട്ട് പരിപാടി തുടങ്ങിക്കോ. അവിടെ അവിടെ പിന്നെ ഇവിടെ പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും ചവറ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ചങ്കെ, ഇതൊക്കെ സാമൂഹിക സേവനത്തിന്റെ ഭാഗം. കള്ളൻ കള്ളൻ. ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് കേക്ക്. പിന്നെ നിങ്ങൾ എത്ര വേണമെങ്കിലും എന്നെ എടുത്തിട്ട് തല്ലിക്കോ. ചട്കയും കസീട്ടറാമും എന്നോട് പറഞ്ഞിരുന്നു എല്ലാ വീടിന്റെയും മുൻഭാഗം വൃത്തിയാക്കി അവരെ എല്ലാം അവിടെ കൊണ്ടുവന്ന് ബിസിയാക്കി നിർത്താമെന്ന്. അപ്പൊ എനിക്ക് പിൻഭാഗത്ത് കൂടി വന്ന് എല്ലാ വീടുകളും കൊള്ളയടിക്കാമല്ലോ. അങ്ങനെയാണ് അവര് പറഞ്ഞത്. പിന്നെ ഞങ്ങളത് തുല്യമായി വീതിക്കും. ഇയാളെ വിട്. ആദ്യം നമുക്ക് ആ ജഡ്കയുടെയും ഗസിത്തറാമിന്റെയും കാര്യം നോക്കാം. നമ്മളെ വീടുകളാക്കുകയാണോ? വാ. സാമൂഹ്യ സേവനം. ആ കള്ളൻ ഡോണാണ് നിങ്ങളെയൊക്കെ കൊടുക്കാൻ നോക്കിയത്. പക്ഷെ ഇക്കാര്യത്തിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഒരൈഡിയുണ്ട്, കേൾക്കൂ. യെസ്, ആ കള്ളൻ ജോണിനെ പാഠം പഠിപ്പിക്കാൻ ഒരു പറ്റിയ ഐഡിയ തന്നെയാണത്. ജോൺ ദ ഡോൺ ഹിയർ. ഹൂ ഈസ് സ്പീക്കിംഗ്? എടോ ജോൺ ദ ഡോൺ, ഐ നീഡ് യുവർ ഹെൽപ്പ്. ഇവിടെ തേനീച്ച ഗുഹ എവിടെയാണ് ഉള്ളത്? തേനീച്ച ഗുഹയോ? എന്താ എന്താ കാര്യം? അറിയോ, മോട്ടു പത്ലു കസിറ്ററാം ജഡ്ക പിന്നെ ബോക്സറേറ്റിനെ ഇവിടുത്തെ ആൾക്കാർ ഒരുപാട് തല്ലി. അവരൊക്കെ തെറ്റായ സാമൂഹ്യ സേവനമാണ് ചെയ്തിരിക്കുന്നത്. മേയർ സാർ എന്നോട് വിളിച്ചു പറഞ്ഞു, ഞാൻ 1 മണിക്കൂർ ആ തേനീച്ച ഗുഹയ്ക്കകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ ധൈര്യം കണ്ട് അദ്ദേഹം സന്തോഷിച്ച് എന്നെ ഇവിടുത്തെ പുതിയ മേയറാക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആര് തേനീച്ച ഗുഹയ്ക്കകത്ത് 1 മണിക്കൂർ ഇരിക്കുന്നു അയാൾ ഇവിടുത്തെ മേയറാകുമെന്ന്. നിനക്ക് ഇവിടുത്തെ കാട് നന്നായിട്ട് അറിയാമല്ലോ. തേനീച്ച ഗുഹ എവിടെയാണെന്ന് പറയൂ പ്ലീസ്. ചിങ്കം സാറേ, എനിക്ക് ആ ഗുഹ എവിടെയാണെന്ന് അറിയില്ല. സോറി, സോറി. ഇനി മേയറാകുന്നത് ഈ ജോൺ ആയിരിക്കും. ഈ ജോൺ തന്നെയായിരിക്കും മേയറാകുന്നത്. തേനീച്ച ഗുഹയിൽ 1 മണിക്കൂർ ഇരുന്നാ മതി, അത്രയേ ഉള്ളൂ. ബോസ്, ഇവിടെ മുഴുവൻ തേനീച്ചക്കൂടാണല്ലോ. നമ്മൾ വളരെ സൂക്ഷിക്കണം. അനാവശ്യമായി അപകടം വിളിച്ചു വരുത്തണോ? ഒരൊറ്റ മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളു. മിണ്ടാതെ അകത്ത് കയറി ശബ്ദമുണ്ടാക്കാതെ ഇരുന്നോളണം. 1 മണിക്കൂർ ഇതിനകത്ത് ചെലവിട്ടാൽ 1 മാസം മേയറായിട്ട് വിലസാം. അറിയാമോടാ, എല്ലാ ഖജനാവുകളും നമുക്ക് കൊള്ളയും പഠിക്കാം. മേയറായിരിക്കും ഈ ജോൺ, ഈ ജോൺ ആയിരിക്കും മേയർ. വേഗം. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? എന്നെ പുറത്തിറക്ക്. തുറക്ക്. ഈ ജോണിന് മേയറാകണ്ട. എനിക്കിനി എന്റെ ജീവിതത്തിൽ മേയറാകണ്ടേ.
ബോസ് എന്താ കാണിക്കുന്നേ? അങ്ങോട്ട് നോക്ക്. ശബ്ദമുണ്ടാക്കരുത്. ശബ്ദമുണ്ടാക്കിയ അവ കൂട്ടത്തോടെ വരും. ഈ ജോഡിന്റെ ആളായിട്ട് വെറും തേനീച്ചകളെ പേടിക്കുകയോ? നിനക്ക് നാണമില്ലേടാ? സഹോദരിമാരെ തയ്യാറായിക്കോളൂ. താഴെ കള്ളന്മാര് നമ്മുടെ തേൻ മോഷ്ടിക്കാൻ വന്നിരിക്കുന്നു. അതെ ചേട്ടന്മാരെ, അവിടെ അകത്ത് ജോണും കൂട്ടനും പോയിരുന്നു. അവരെ അങ്ങ് കണ്ടായിരുന്നു. ഞാൻ തന്നെയാ ജോൺ. ആ തേനീച്ചകളെ കുത്തി കുത്തി ഞങ്ങളെ ഈ പരുവത്തിലാക്കിയതാ. അത് എന്റെ ലീവ് ക്യാൻസൽ ആയി പോയി. ഇനി ഞാൻ എങ്ങും പോണില്ല. ഇനിയിപ്പോ എന്റെ സ്ഥാനത്ത് മറ്റൊരാളെ മേയറായിട്ട് നിയമിക്കുന്നതും ക്യാൻസൽ. എന്ത്? മേയറാക്കുന്നത് ക്യാൻസൽ ചെയ്തെന്നോ? ഈ വിദേശികളൊക്കെ ആരാണോ? എവിടുന്നാണോ വന്നത്? എന്നെ ഒന്ന് രക്ഷപ്പെടുത്തേ. എന്നെ എന്തിനാണ് ഇങ്ങനെ ഇട്ട് ഓടിക്കണേ? എന്റെ പത്തിലോ എനിക്ക് തോന്നുന്നത് ഡോക്ടർ ജഡ്ക വീണ്ടും പൊളിച്ചടുക്കിന്നാണ്. നീ എന്ത് പറയുന്നു? അതേ മോട്ടു, പക്ഷെ നമുക്കിത് ഉപദ്രവമായി തീരാതിരുന്നാ മതി. അതെ വലിയേട്ടാ, ഇനി എന്ത് കണ്ടുപിടുത്തത്തിനുള്ള തയ്യാറാണ് നിങ്ങൾ ചെയ്യുന്നത്? ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇന്നത്തെ എന്റെ പണി കണ്ട് നമ്മുടെ രാജ്യത്തിന് അമേരിക്ക വരെ വിളിച്ചു വരുത്തി പുരസ്കാരം കൊടുക്കുന്നേ. ഓ, ഞാൻ വെള്ളം കുടിക്കാൻ വരെ മറന്നുപോയല്ലോ. ഇരിക്ക് ചങ്കുകളെ, ഇരിക്ക്. ഞാൻ വെള്ളം കുടിച്ചിട്ട് ഇപ്പൊ വരാം. അതുവരെ നിങ്ങൾ ഈ ചെറിയ ട്വിസ്റ്റർ കണ്ടോണ്ടിരിക്കും സുഹൃത്തുക്കളെ. ഓ പത്തലു, എനിക്കിത് കാണുമ്പോഴേ വലിയൊരു സമൂസേനെ കാണുന്നത് പോലെയുണ്ട്. മോട്ടു, നിനക്ക് സമൂസയല്ലാതെ വേറെ ഒന്നും കാണില്ല അല്ലേ? വേണ്ട മോട്ടു, വേണ്ട. വേണ്ട. ചങ്ക, അയ്യോ വേണ്ട. പത്തലു, ഇത് ട്വിസ്റ്റർ അല്ലേ? ഇത് എന്നെ കൊണ്ട് പോവാണോ? എന്റെ മോട്ടു, ഇവിടെ നിന്ന് ഓടാൻ നോക്ക്, അല്ലെങ്കിൽ ജഡ്ക നമ്മളെ ഭൂതമാക്കി മാറ്റും. ഓടിക്കോ. എന്റെ അട്ടിപ്പാറ അമ്മയ്ക്ക്. മോട്ടു, എന്റെ ട്വിസ്റ്റർ തന്നിട്ട് പോ. അവിടെ നിക്ക് മോട്ടു, അവിടെ നിക്കാൻ. ഓയ് മോട്ടു, എന്റെ ചങ്ക, നീ എന്താണ് ഈ കാണിച്ചത്? എന്തിനാ നീ എന്റെ ട്വിസ്റ്റർ ബോക്സ് തുറന്നത്? അവിടെ നിക്ക്. എന്റെ വലിയേട്ടാ, സോറി. അറിയാതെ ആ ബോക്സ് ഒന്ന് തുറന്നു പോയതോ. പക്ഷെ ഇതെന്റെ പുറകിൽ പോകുന്ന ലക്ഷണമില്ലല്ലോ. ഇതിനൊന്ന് മാറ്റി തരൂ, ഒന്ന് മാറ്റി തരൂ. ഓയ് മോട്ടു, എന്റെ ചങ്കേ, നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. ഇത് ട്വിസ്റ്റർ ആണ് ചങ്കേ. നീ എത്രമാത്രം ദേഷ്യപ്പെടുന്നോ, അല്ലെങ്കിൽ നിനക്ക് എത്രമാത്രം വിശക്കുന്നുവോ, അപ്പൊ ഇത് വലുതാവുകയും അപകടകരവുമായി മാറുന്നതാണ്. എന്റെ ഡോക്ടർ ജഡ്ക, നിങ്ങൾ ഈ മോട്ടുവിനെ എന്ത് പ്രശ്നത്തിലാ കൊണ്ടുപോയി കുടുക്കിയിരിക്കുന്നേ? ദേഷ്യമൊന്നും അവന് വരില്ല, പക്ഷേ വിശപ്പ് അതവന് താങ്ങാൻ സാധിക്കില്ല. എല്ലാ സമയത്തും അവന് വിശപ്പ് ഉണ്ടാവാറുണ്ട്. അറിയാം ചങ്ക്, നീ വേഗം സമോസ എടുത്തോണ്ട് വാ. അപ്പോഴേക്ക് ഞാൻ ഇതിനെ ഇവന്റെ ശരീരത്തിൽ നിന്ന് മാറ്റാനുള്ള വഴി ആലോചിക്കാം. എന്റെ പത്നി, ഒന്ന് വേഗം വരൂ ആ ചായക്കട ചേട്ടന്റെ അടുത്തേക്ക്. എനിക്ക് വിശപ്പ് തുടങ്ങേണ്ട സമയമായിരിക്കുന്നു. സമൂസേ. അതെ ബോസ്, മോട്ടുവിന്റെ കാര്യം അറിഞ്ഞോ? അവൻ ഡോക്ടർ ജഡ്കയുടെ ട്വിസ്റ്ററുമായി ബന്ധപ്പെട്ടിരിക്കയാ. അവൻ എപ്പോഴൊക്കെ വിശപ്പും ദേഷ്യവും വരുന്നുവോ അപ്പോഴൊക്കെ ആ ട്വിസ്റ്റർ വലുതും ഭയാനകവുമാകുന്നു. ഈ ജോൺ ചെയ്തോളാം. ആ മോട്ടുവിനെ താറുമാറാക്കുന്നത്. ആ മോട്ടുവിനെ പത്തലൂരെ പിടിച്ചുകൊണ്ട് വാ. എന്റെ പത്തില് ഒന്ന് വേഗം വരൂ ആ ചായക്കട ചേട്ടന്റെ അടുത്തേക്ക്. എനിക്ക് വിശപ്പ് തുടങ്ങേണ്ട സമയമായിരിക്കുന്നു. സമൂസേ.
എന്റെ മോട്ടു, നീ വെറുതെ സമൂസയുടെ കാര്യം ഓർത്തോണ്ടിരിക്കാതെ, അല്ലെങ്കിൽ നിന്റെ വിശപ്പ് കൂടിക്കൊണ്ടേ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ട്വിസ്റ്റർ വലുതായിക്കൊണ്ടേ ഇരിക്കും. എന്റെ മോട്ടു, ദേ കണ്ടോ നിന്റെ പോസ്റ്റർ ഒട്ടിച്ചു വെച്ചിരിക്കുന്നേ, മോട്ടു വാണ്ടഡ്. ആരാണോ മോട്ടുവിനെ പിടിച്ചു കൊടുക്കുന്നത് അവർക്ക് 20 രൂപ സമ്മാനമായി ലഭിക്കും. ഞാൻ വാണ്ടഡ് ആണെന്നോ? ആരാണ് ഈ പോസ്റ്ററൊക്കെ ഒട്ടിച്ചോണ്ടിരിക്കുന്നത്? മോട്ടു, ചിങ്കം സാറാണിത് ഒട്ടിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, അടിയിൽ പേരുണ്ട്. അപ്പൊ ചിങ്കം സാർ എന്നെ വാണ്ടഡ് ആക്കി കളഞ്ഞു. ശരി, ചെയ്യാനുള്ളത് ചെയ്തു. പക്ഷെ വെറും 20 രൂപയ്ക്കല്ലേ എന്നെ വാണ്ടഡ് ആക്കി കളഞ്ഞത്? ഞാൻ എന്താ 20 രൂപയ്ക്കേ ഉള്ളൂ? അയ്യോ, ഫുർഫുറി നഗരത്തിലെ ജനങ്ങൾ എന്ത് കരുതും? എനിക്ക് 20 രൂപയെ വിലയുള്ളൂ എന്ന് കരുതൂലേ? ചിങ്കം സാറിന് ഞാൻ വെറുതെ വിടില്ല. വരൂ. എന്റെ മോട്ടു, നീ ഒന്ന് നിക്ക്. നീ ഇതെന്താ ചെയ്യുന്നത്? എന്റെ വില 20 രൂപയോ? എന്ത് വിചാരിച്ചു 20 രൂപയെ കുറിച്ച്? എന്നെ വാണ്ടടാക്കിയില്ലേ? ഇന്നെ പിടിച്ചോ, പിടിച്ചോ. എന്നെ പോസ്റ്ററിലാക്കി ഒട്ടിക്കുമല്ലേ? പിടിക്ക്, പിടിക്ക്. എനിക്ക് വില വെറും 20 രൂപയോ? പിടിച്ചോ, പിടിച്ചോ. എന്റെ അമ്മോ, രക്ഷിക്കണേ, വേണ്ട, എന്റെ അമ്മോ. മോട്ടു, എന്റെ സഹോ, ഒന്ന് ശാന്തമായിരിക്കെ, ശാന്തമായിരിക്കെ. വരൂ, നമുക്ക് സമോസ കഴിക്കാം. സമൂസേ, വരൂ, വരൂ. എന്താ മോട്ടു ഇത്? നീ വല്ല സർക്കസിലും പോയി ചേർന്നോ? ബോക്സർ ചേട്ടാ, പ്ലീസ് മോട്ടുവിനെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇവന് ദേഷ്യം വന്നാ എനിക്കെന്താ? ദേഷ്യം വന്നാ എന്തു ചെയ്യും? അതെ ബോക്സറെ, അല്ലെങ്കിൽ തന്നെ എനിക്ക് തല പെരുത്തിട്ട് വയ്യ. അങ്ങനെയോ? ഇത് പുതിയ കാര്യമൊന്നും അല്ലല്ലോ. എന്റെ തല പണ്ട് തന്നെ പെരുത്തതാണല്ലോ. അതെ ബോക്സറെ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. പിടിപ്പിച്ചാൽ എന്ത് ചെയ്യും നീ? ഞാൻ ഇനിയും നിലവിളിക്കും. നിന്നെ ഇനിയും പലതും വിളിക്കും. ജോക്കർ, സർക്കസിലെ ജോക്കർ. എന്നിട്ട് എന്നെ തല്ലേ. ധൈര്യം ഉണ്ടെങ്കിൽ വാ. വന്നാ നിന്നെ ഇടിച്ചിടിച്ച് നിന്റെ പരിപ്പിളക്കും. എടാ, അവിടെ നിക്കടാ എലി. എവിടേക്കാടാ ഓടുന്നത്? പറഞ്ഞതല്ലേ നിന്നോട് ഞാൻ. നീ എന്നെ ഇടിച്ചിടിച്ച് ചമ്മന്തിയാക്കും അല്ലേ? ഇങ്ങോട്ട് പാടാ. സോറി എന്റെ പൊന്നു മോട്ടു, എന്നെ വിട്ടേക്ക്. സോറി, സോറി. ഇനി ഞാനൊന്നും പറയില്ല. മോട്ടു, ശാന്തമായിരിക്കെ, ശാന്തമായിരിക്കെ. ദേഷ്യം ഒന്ന് അടക്കി പിടിക്കെ, ശാന്തമായിരിക്കെ. മോട്ടു ഇപ്പൊ വേണ്ടടായി മാറിയിരിക്കുകയാണ്. അത് വെറും 20 രൂപയ്ക്ക്. 20 രൂപയ്ക്ക് ഒരു കോഴിയെ പോലും കിട്ടത്തില്ല. കൊള്ളാം ബോസ്, കൊള്ളാം. നിങ്ങളുടെ മുന്നിൽ ഈ മോട്ടു ഒന്നുമില്ല. നിങ്ങളുടെ തലയ്ക്ക് 10,000 രൂപയാ ഗവൺമെന്റ് ഇനാം വെച്ചിരിക്കുന്നേ. ഇവന്റെ വില വെറും 20 രൂപയാ. ജോൺ, പ്ലീസ് മോട്ടുവിനെ പ്രലോഭിപ്പിക്കരുത്. ഇപ്പൊ പറഞ്ഞു തരാം എന്റെ വില എന്താണെന്ന്. ഇനിയും മോട്ടുവിനെ ദേഷ്യം പിടിപ്പിക്കേ. ഇപ്പൊ കണ്ടില്ലേ മോട്ടുവിന്റെ വില എന്താന്ന്? മോട്ടു, ഞാൻ എല്ലാ സത്യങ്ങളും പറയാം. ആ ചിങ്കം സാർ അതിന്റെ പോസ്റ്റർ ഒട്ടിച്ചത്. ശാന്തമായിരിക്കും മോട്ടു, ശാന്തമാകെ. തലയൊന്ന് തണുപ്പിക്കേ, അല്ലെങ്കിൽ ഇതാകെ പ്രശ്നമാകും. ഡോക്ടർ ജഡ്ക, എന്ത് പ്രശ്നത്തിലേക്കാ നിങ്ങൾ മോട്ടുവിനെ തള്ളിവിട്ട്? എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ട്വിസ്റ്റർ നിർത്താനുള്ള ഒരു വഴിയും അവൻ ചെയ്യുന്നില്ല. എന്റെ അമ്മോ, ഡോക്ടർ ജഡ്ക, എന്തൊരു കറക്കമാണ് ആ മോട്ടു കറങ്ങുന്നത്. അവൻ എല്ലാവരും പിടിച്ച് വിഴുങ്ങുകയാണ്. ഇന്ത്യ നിയമമാണ് സത്യം. താനത് തടയണം. എന്നോട് പറഞ്ഞു തരൂ, എങ്ങനെയാണ് ട്വിസ്റ്ററിനെ ഇല്ലാതാക്കേണ്ടതെന്ന്. അവൻ എന്നെ എലി എന്ന് വിളിച്ചു. അവൻ ആ ട്വിസ്റ്ററിൽ നിന്നും വെളിയിൽ വരുന്ന ആ നിമിഷം. കൂട്ടുകാരെ, ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ
മോട്ടു എന്റെ ചങ്കല്ലേ, അവൻ എന്റെ പരിധിക്ക് വന്നോളും. ആ ടിസ്റ്ററിൽ നിന്ന് അവനെ മോചിപ്പിക്കാനുള്ള മിഷൻ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. എന്ത് മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നോ? ആഹാ, അതെ ജങ്കുകളെ, എന്റെ രോഗികളാണ് സത്യം. അവൻ പഴയതുപോലെ ആയി മാറും. അതിനു വേണ്ടി മോട്ടുവിനെ നമ്മൾ ഒരുപാട് ദേഷ്യം പിടിപ്പിക്കണം. അപ്പൊ ടിസ്റ്റർ ഒരുപാട് വലുതാവും. അപ്പൊ ഞാൻ ഈ മിഷൻ കൊണ്ട് ടിസ്റ്റർ മുഴുവനും നശിപ്പിച്ചു കളയും. ആ ടിസ്റ്റർ ഈ മിഷനകത്ത് എന്തായാലും കുടുങ്ങും ജങ്കുകളെ. എന്റെ അമ്മോ, അതേതായാലും വളരെ നന്നായി. പക്ഷെ അതിന്റെ മുന്നിൽ ചെന്ന് നിൽക്കാൻ ആർക്കാണ് ധൈര്യം ഉണ്ടാവുക? എന്റെ അമ്മോ, മോട്ടു ആണെങ്കിൽ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവനെ ദേഷ്യം പിടിപ്പിക്കാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അവനെ പട്ടിണിക്കിടണം. അവന്റെ മുന്നിൽ കഴിക്കാനുള്ള ഒരു സാധനവും വെക്കരുത്. അപ്പൊ അവന്റെ വിശപ്പും കൂടും. അതിനോടൊപ്പം തന്നെ അവന്റെ ദേഷ്യവും കൂടുന്നതായിരിക്കും. ആ സമയത്ത് ട്വിസ്റ്ററും വലുതായിക്കൊണ്ടിരിക്കും. അല്ല, എല്ലാവരും ഇത് എവിടെ പോയി കിടക്കുവാ? ഇത്രയും വലിയ ഫുർഫുറി നഗരത്തിൽ മാന്യനായ വ്യക്തിക്ക് കഴിക്കാൻ ഒന്നുമില്ലേ? ഒരു സമൂസ പോലുമില്ലേ? സമൂസേ! ഡോക്ടർ ജഡ്ക, ഇന്നാ പിടിച്ചോ മെഷീൻ. ദൈവത്തിന് നന്ദി, എല്ലാം ശരിയായി. താങ്ക് യു ഡോക്ടർ ജഡ്ക. സ്പീഡ് കൂട്ടിക്കോ. Stop!